നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെറും 80 കൂലിപ്പട്ടാളക്കാർ വിചാരിച്ചാൽ അട്ടിമറിക്കാൻ കഴിയുന്ന ഭരണകൂടം 1980കളിൽ മാലദ്വീപ് അങ്ങനെയായിരുന്നു. ഒരു രാജ്യമായി തല ഉയർത്തി നിൽക്കാൻ അവരെ സഹായിച്ചത് ഇന്ത്യയാണ്. 1988 നവംബർ 3 ശ്രീലങ്കൻ തീവ്രവാദ സംഘടനയുടെ പിന്തുണയോടെ കൂലിപ്പട്ടാളക്കാർ മാലദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചത്. അന്ന് ഇന്ത്യ ഇടപെട്ടാണ് മാലദ്വീപിലെ മന്ത്രിമാരടക്കമുള്ളവരെ രക്ഷപ്പെടുത്തിയത്. അന്ന് തുടങ്ങിയ ആത്മബന്ധമാണ് കഴിഞ്ഞ സെപ്റ്റംബറിൽ മുഹമ്മദ് മുയൂസ് മാലദ്വീപ് പ്രസിഡന്റ് സ്ഥാനമേറ്റതിന് ശേഷം തകർച്ചയിലേക്ക് നീങ്ങുന്നത്. ചൈനീസ് പക്ഷപാതിയാണ് മുയിസു. ആ മാർഗത്തിലൂടെയാണ് മന്ത്രിമാർ ഇന്ത്യയെ വിമർശിച്ചതും. അബ്ദുള്ള ലുഥാബിയുടെ നേതൃത്വത്തിലുള്ള കൂലിപ്പട്ടാളക്കാരാണ് 1988 മാലദ്വീപിൻ്റെ ഭരണം പിടിക്കാനെത്തിയത്. അന്ന് മാമുൻ അബ്ദുൾ ഗെയുമാണ് മാലദ്വീപ് പ്രസിഡന്റ്. വെറും 80 അംഗ സായുധ സംഘമാണ് സ്പീഡ് ബോട്ടിൽ തലസ്ഥാനമായ മാലയിലെത്തിയത്. മണിക്കൂറുകൾക്കുള്ളിൽ മാലൈ വിമാനത്താവളം, തുറമുഖം, റേഡിയോ, TV സ്റ്റേഷനുകളെല്ലാം സായുധ സംഘത്തിൻ്റെ പിടിയിലായി. പ്രസിഡന്റ് ഗെയൂമിൻ്റെ കൊട്ടാരമായിരുന്നു അടുത്ത ലക്ഷ്യം. അവരുടെ നീക്കമറിഞ്ഞ പ്രതിരോധ മന്ത്രിയുടെ വസതിയിലേക്ക് പ്രസിഡന്റ് രക്ഷപ്പെട്ടു. പ്രസിഡന്റിനെ കിട്ടിയില്ലെങ്കിലും വിദ്യാഭ്യാസ മന്ത്രി സായുധ സംഘത്തിൻ്റെ പിടിയിലായി. പാകിസ്ഥാൻ, ശ്രീലങ്ക, സിംഗപ്പൂർ രാജ്യങ്ങളോട് മാലദ്വീപ് സഹായം അഭ്യർത്ഥിച്ചു. അവർ നിഷേധിച്ചു. സൈന്യമെത്താൻ 2 ദിവസം കാത്തു നിൽക്കണമെന്നായിരുന്നു US നിലപാട്. ആ സാഹചര്യത്തിലായിരുന്നു ഇന്ത്യയിലെ രാജീവ് ഗാന്ധി സർക്കാരിൻ്റെ ഇടപെടൽ. വലിയ ഒരു ഓപ്പറേഷൻ ദൗത്യമാണ് ഇന്ത്യ പ്രഖ്യാപിച്ചത്. അതിവേഗ നീക്കമാണ് ഇന്ത്യൻ നാവികസേന നടത്തിയത്. സമുദ്രം വഴിയുള്ള തുടരാക്രമണങ്ങൾ തടയപ്പെട്ടു. തുടർന്ന് ഇന്ത്യൻ കരസേനയുടെ പാരാ ബ്രിഗേഡ് ദ്വീപിലെത്തി. അബ്ദുള്ള ലുഥബിയുടെ നേതൃത്വത്തിലുള്ള കൂലിപ്പട്ടാളക്കാർ MV പ്രോഗ്രസ് ലൈറ്റ് എന്ന കപ്പലിൽ മന്ത്രി ഉൾപ്പെടെയുള്ള ബന്ദികളുമായി രക്ഷപ്പെട്ടു. അവയെ പിന്തുടർന്ന് ഇന്ത്യൻ നാവികസേനയുടെ പരിശീലന കപ്പലുകളായ ടിർ, ഫ്രിഗേറ്റ്, ഗോദാവരി എന്നിവ രംഗത്തെത്തി. ബെത്വ, രജപുത്, രഞ്ജിത്ത്, ഗോമതി, തൃശൂൽ, നീലഗിരി, ദീപക് എന്നിവയും മാലദ്വീപിലേക്ക് പുറപ്പെട്ടു. നവംബർ 5 ഇന്ത്യൻ കപ്പലുകൾ MV പ്രോഗ്രസ് ലൈറ്റിന് സമീപമെത്തി. ഇന്ത്യൻ ആക്രമണത്തിൽ കൂലിപ്പട്ടാളം തകർന്നു. ബന്ദികളെ INS ഗോദാവരിയിലേക്ക് മാറ്റി. നവംബർ 7 കൊളംബോയിൽ നിന്ന് 56 മൈൽ അകലെ MV പ്രോഗ്രസ് ലൈറ്റ് മുങ്ങി. കൂലിപ്പട്ടാളക്കാർ കീഴടങ്ങിയതോടെ അട്ടിമറി അവസാനിച്ചു. ആ വിജയം ഇരു രാജ്യങ്ങളും എല്ലാ വർഷവും നവംബർ 3 ആഘോഷിക്കാറുണ്ട്. അന്നു മുതൽ ഇന്ത്യൻ സൈന്യത്തിൻ്റെ സാന്നിധ്യം മാലദ്വീപിലുണ്ട്. അത് അവസാനിപ്പിക്കണമെന്നാണ് ഇപ്പോഴത്തെ സർക്കാരിൻ്റെ ആവശ്യം.